Thank you.
Amen.
നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. കൂടാതെ വിതയ്ക്കുന്നവൻ ചത്തില്ലായ്മ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുദ്ധാനം അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അവൻ അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമൊക്കെ ഒന്നാമത്. ആത്മീയം ഉന്നതത്തിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെയും മാംസരക്തങ്ങൾക്ക് ദേവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളം വരുമ്പോൾ കാഹളനാദങ്ങൾ പെട്ടെന്ന് കണ്ണുനീർ നേടി നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമൃതത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമൃതത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപവും പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആഹായി പാർക്കുന്നു. നമ്മുടെ ഉൾഭാവം വായിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ വിശുദ്ധായവൻ കേറിയോൻ ലോകത്തിന്റെ ജീവലക്ഷ്യം പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധമത്തായ സ്നേഹായിൽ നിന്ന് വിശുദ്ധാഗ്നിമറിയാവുന്ന ദരിദ്രജാതിയുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. തക്ക സമയത്ത് തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്ക് വേണ്ടി യജമാനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരായിരിക്കും. തന്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്റെയും മേലാമായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എന്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തന്റെ കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടി പഠിപ്പിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ അവനെ പിരിച്ചയക്കുകയും അവന്റെ അവകാശം കാപാടികന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും ബലികടിയും ഉണ്ടാകും. സ്വർഗരാജ്യം ദൂരദേശത്തേക്ക് യാത്ര പോയാലും മനുഷ്യനെ പോലെയാകുന്നു. അവൻ തന്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ച് ഏൽപ്പിച്ച് ഒരു തന്നെ 5 ഒരു തന്നെ 2 ഒരു തന്നെ 1 കക്രോ വീതം അവനവന്റെ ജഗതിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി. 5 കക്രോ വാങ്ങിയവൻ പോയി അതുകൊണ്ട് കച്ചവടം ചെയ്തു 5 കൂടി ലാഭം ഉണ്ടാക്കി. അപ്രകാരം തന്നെ 2 വാങ്ങിയവനും 2 കൂടി ലാഭം ഉണ്ടാക്കി. 1 വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനന്റെ വിത്തെ ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ 5 കക്രോ വാങ്ങിയവൻ വേറെ 5 കൂടി കൊണ്ട് ചെന്നു. എന്റെ യജമാനെ എനിക്ക് 5 കക്രീനാണല്ലോ തന്നത്. ഇതാവയോട് വേറെ 5 കൂടി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവൻ വിശ്വസ്തനുമായ ദാസ, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാനന്റെ പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം 2 കക്രിയും വാങ്ങിയവനും അടുത്ത് ചെന്ന്, എന്റെ യജമാനെ 2 കക്രയാണല്ലോ എന്ന് എനിക്ക് തന്നത്. ഇതാ അതിനോട് വേറെ 2 കൂടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവൻ വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീയും യജമാനന്റെ പ്രീതി പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം 1 കക്രോ വാങ്ങിയവൻ അടുത്ത് വന്നു. എന്റെ യജമാനെ, അങ്ങ് കഠിനനും വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നു. ആയതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ അങ്ങയുടെ കക്രോയെ ഒളിച്ചു വെച്ചു. ഇതാ അങ്ങയുടേത് എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായിട്ട് ഇപ്രകാരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എന്റെ ദ്രവ്യം നീ ഭക്ഷിക്കിടേണ്ടതായിരുന്നു.
ഞാൻ നിന്നെൻ്റെ മനുഷ്യയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നുവല്ലോ. അവനിൽ നിന്ന് ആകക്രോ വാങ്ങി 10 ക്രോ ഉള്ളവനെ കൊടുക്കുകയും എന്നാൽ ഉള്ളവനെ കൊടുക്കപ്പെടും, അവനെ വർധനമുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവരിൽ നിന്നാകട്ടെ ഉള്ളതും കൂടി എടുക്കപ്പെടും. മടിയനായ ദാസനെ പ്രത്യന്തകാരത്തിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരുത്തിനും വെല്ലുവിളിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ക്ഷേമാപൂർവ്വം സാധിച്ചുവാദാനുശാലികളും അഭിയന്തരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, കോർപ്പിസ്കോപ്പന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ദീർഘമായ ഒരു പ്രസംഗം ചെയ്യുവാൻ ഞാൻ ഇവിടെ സമയം എടുക്കുന്നില്ല. എന്നിരുന്നാലും ഒരു നൂറ്റാണ്ടുകാലം ഈ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ കർത്താവിൻ്റെ സഭയിൽ മുന്തിരിത്തോട്ടത്തിൽ ശുശ്രൂഷ ചെയ്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണമുള്ള ഒരു സന്ദർഭം ലഭിച്ചിരിക്കുന്ന വളരെ വന്യനും മാതൃക ജീവിതം നയിച്ച പിതാവുമായ ബഹുമാനപ്പെട്ട ജോർജച്ചൻ്റെ ഈ വേർപാടിൽ ചില ചിന്തകൾ മാത്രം ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭയിൽ നിന്ന് പ്രായമുള്ള വൈദികർ, ആചാര്യ ശ്രേഷ്ഠന്മാർ നമ്മോട് വിട പറയുമ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തീരാ നഷ്ടമാണ്. ഇത് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. 100 കൊല്ലം മുൻപ് ജനിച്ച് വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ വന്യനായ വൈദികൻ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ചിട്ടയോടുകൂടി വളരെ മാതൃകാപരമായ ഒരു വൈദിക ശുശ്രൂഷ അനുഷ്ഠിച്ച ഒരു പുരോഹിത ശ്രേഷ്ഠനാണ്. വളരെ പ്രായമുള്ള വൈദികരുടെ ചില ചിട്ടകൾ ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിലെ വൈദികർക്ക് ഉൾക്കൊള്ളുവാൻ പലപ്പോഴും കഴിയാതെ വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ആരാധനയിലുള്ള ചിട്ട, അവരുടെ ഒരുക്കം, അവരുടെ നാളെ വിശുദ്ധ കുർബാന ചൊല്ലുന്നെങ്കിലുള്ള തലേ ദിവസം തൊട്ടുള്ള അവരുടെ പ്രാർത്ഥനയുടെ ചിട്ടകൾ, ക്രമങ്ങൾ, അതുപോലെ തന്നെ അവരുടെ നിശബ്ദത, മൗനവ്രതം, ഇങ്ങനെ ഒട്ടേറെ ചിട്ടകൾ ഈ പ്രായം ചെന്ന വൈദിക ശ്രേഷ്ഠരെ അവരെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്, അനുഷ്ഠിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ അതൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഭരണഘടനയിൽ എഴുതി വെച്ചില്ലെങ്കിലും പരമ്പരാഗതമായി വൈദിക ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിതം നയിച്ച വൈദികനാണ് ഈ വന്യനായ പിതാവ്. 50 വർഷത്തിലേറെ ദേവാലയങ്ങളുടെ ഭരണപരമായ ചുമതല വഹിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അതിനെ ഇടയാക്കി എന്നുള്ളതൊരു നിസ്സാര കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. നമ്മുടെ സഭയിലെ ഓരോ ദേവാലയങ്ങളും വൈദികരോട് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്ന രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ വന്യനായ ജോർജച്ചൻ്റെ ഞാൻ പലതവണയും ഈ ദേവാലയത്തിൽ പല ആവശ്യങ്ങൾക്കായി വന്നിട്ടുണ്ട്. വിശ്വാസികളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്വന്തം മക്കളെ പോലെ വിധേയത്വത്തോടെ അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആർജവം ഈ ഇടവകയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ആ വൈദിക ശ്രേഷ്ഠന്റെ മഹത്വം എന്ന് പറയുന്നത്. സഭയുടെ ഒത്തിരി പഴക്കം ചെന്ന ചിന്തകൾ, അനുഭവങ്ങൾ, അതൊക്കെ അദ്ദേഹം പലതവണയും അദ്ദേഹം ബലഹീനായിരിക്കുന്ന ഞാനുമായി പങ്കുവെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ, ഈ പ്രായമുള്ള വൈദികർ ഓരോരുത്തരും ലോകത്തോട് വിട പറയുമ്പോൾ ഇവരാചരിച്ചിരുന്ന, ഇവരെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിരുന്ന നല്ല നല്ല ചിട്ടകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. കാരണം കാലം കഴിയും തോറും അലിഖിതമായ പല പാരമ്പര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആ പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കുന്ന നല്ല വൈദികരുണ്ടാകുമ്പോഴാണ് അത് നിലനിൽക്കുന്നത്. ഒരു 100 വർഷങ്ങൾക്ക് മുൻപാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നല്ല മഹത്തായ വളരെ മഹത്വമുള്ള എത്ര വലിയ ചിട്ടകളാണ് അവര് നടത്താറുള്ളത്. ഒരു ഞായറാഴ്ച രാവിലെ ആണെങ്കിൽ അവരൊരു അക്ഷരം വിടുകയാണ്.
കാരണം അത്രയും ചിട്ടയോടെയാണ് ആ ആരാധനയിലേക്ക് അവർ പ്രവേശിക്കുന്നത്, ഒരു ഒരുക്കത്തോടെയാണ് പ്രവേശിക്കുന്നത്. തലേ ദിവസം തന്നെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ഒട്ടും ശ്രദ്ധിക്കാത്ത ധാരാളം വൈദികരെ ഞാൻ പ്രായമുള്ളവരെ കണ്ടിട്ടുണ്ട്. അവരെ അതുപോലെ തന്നെ അവരുടെ പിറ്റേ ദിവസത്തേക്കുള്ള അവരുടെ ഒരുക്കത്തിന്റെ ഒരു രൂപം കാണുമ്പോൾ അവരെന്തോ വലിയ ഒരു ബലി അർപ്പിക്കുവാൻ, ദൈവത്തോട് സംവദിക്കുവാൻ, ദൈവവുമായി ബന്ധപ്പെടുവാൻ അവർ ഒരുങ്ങുന്നതിൻ്റെ ഒരു ഒരുക്കം, അത് തന്നെ വലിയ ഒരു മാതൃകാപരമായ ഒരു സന്ദേശം ആധുനിക ലോകത്തിനും അതുപോലെ തന്നെ യുവ വൈദിക സമൂഹത്തിനും അദ്ദേഹം കൊടുക്കുന്നില്ലേ എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല വൈദികരെ കുറിച്ചും അതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള എൻ്റെ സങ്കല്പങ്ങൾ, ചിന്തകൾ. ഈ വന്ദ്യനായ വൈദികൻ ഒരു ആചാര്യ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ആചാര്യത്വ പദവിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത അന്ത്യത്തോളം അദ്ദേഹം ആചാര്യ പദവി തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല സ്വർഗസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിന് ആ ആചാര്യ പദവി നിലനിൽക്കും എന്നുള്ളതും വസ്തുതയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ആചാര്യത്വ പദവിയുടെ ഒരു പിൻഗാമിയായി ഈ വന്ദ്യനായ വൈദികൻ ജീവിച്ചു. അനേകരെ വീണ്ടും ജനിപ്പിച്ചു. നമ്മുടെ സഭയുടെ ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും അനേകരെ ജനിപ്പിച്ചു എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പുരോഹിത ശ്രേഷ്ഠന്മാരെ നാം സംബോധന ചെയ്യുന്നത് പിതാവേ എന്ന് തന്നെയാണ്, ഫാദർ. ആ ഫാദർ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യതയുണ്ട്. യേശു ക്രിസ്തുവിൽ രണ്ടാമത് ജനിപ്പിക്കുന്ന ആ ഒരു വലിയ പൈതൃകം ആ ആചാര്യ ശ്രേഷ്ഠന്മാരിലൊക്കെ ഉണ്ട്. ദൈവമാണ് ഈ സ്ഥാനത്തേക്ക് ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ആരുടെയും കരുത്തുകൊണ്ടോ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു വലിയ പരിശ്രമം കൊണ്ടോ അല്ല ഈ ആചാര്യത്വ പദവിയിലേക്ക് ആരും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ ആചാര്യത്വ പദവിയിൽ നിന്നുകൊണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ അദ്ദേഹം പലരെയും ശാസിച്ചു കാണും, പലതും ഉപദേശിച്ചു കാണും. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അനേകർക്ക് ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും പല സഹായഹസ്തങ്ങളും ദൈവത്തിന്റെ ഇടപെടലുകളും ഒക്കെ ഉണ്ടായി കാണും. അതൊരുപക്ഷെ അദ്ദേഹം അറിഞ്ഞു കാണും, ചിലപ്പോൾ അറിഞ്ഞു കാണുകയല്ല. അദ്ദേഹം അറിയാതെ തന്നെ പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ കാണും. ചിലരൊന്നും അത് കൃത്യമായി പറഞ്ഞു കാണുകയല്ല. അതുകൊണ്ട് മാതൃകാപരമായ ഒരു ആചാര്യത്വ പദവി അനുഷ്ഠിച്ച ഒരു വൈദികൻ നമ്മോട് വിട പറയുകയാണ്.